നേരത്തെ കണ്ട സ്റ്റെയർ കേസ് നമ്മൾ കണ്ടില്ലേ, ജസ്റ്റ് നമുക്ക് യൂണിറ്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇനി ജസ്റ്റ് വെയിറ്റ് സ്ലാബ് പോലെ നമുക്ക് ലൈനായിട്ട് വരുന്ന ഒരു ടൈപ്പ് സ്റ്റെയർ കേസിൻ്റെയാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പം അതിന് ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. നമുക്ക് പൊതുവേ കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് ഉണ്ടാകും, സൈഡ് മെഷർമെൻറ്റ്സ് ഉണ്ടാകും. അപ്പം നമുക്ക് അതനുസരിച്ച് വരച്ചാൽ മതി. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഇവിടെ ഒരു 10 വച്ചിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുവാണേ. ഓക്കെ, ഓക്കെ. ഇനി ഈ ലൈൻ ഞാൻ കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഇവിടെ ഒരു ജോയിൻ്റ് വന്നേക്കുന്ന കൊണ്ടിട്ട് ആ ലൈൻ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഞാനിപ്പം വെയിറ്റ് സ്ലാബ് വെച്ചിട്ടുള്ള സ്റ്റെയർ ആണിത്. അപ്പോൾ ഈ സ്റ്റെയർ നമുക്കിവിടെ എക്സ്ട്രൂഷൻ 90 കൊടുക്കാം. പിന്നെ ഇവിടെ എക്സ്ട്രൂഷൻ 0. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഈ സ്റ്റെയർ എങ്ങനെ വന്നേക്കണേ നോക്കാം. കണ്ടോ, സ്ലൈഡിങ് സ്റ്റെയർ കണ്ടോ, ഇങ്ങനെയാണ് ഇപ്പോൾ എക്സ്ട്രൂഷൻ ചെയ്യേണ്ടത് നമ്മൾ സ്റ്റെയർ കേസിൻ്റെ കാര്യത്തിൽ. ഇൻ കേസ് ഇപ്പോൾ നമുക്ക് വേറൊരു എറർ വരാറുണ്ട്. എറർ എന്ന് വെച്ചാൽ ഇപ്പം സേവ് ചെയ്യട്ടെ. ഇൻ കേസ് ഇപ്പം നമുക്ക് ഇവിടെ ഒരു ഓപ്പണിങ് പോലെയൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റെയർ നമുക്ക് കണ്ടിന്യൂഷൻ വോളിൽ മാത്രം എക്സ്ട്രൂഷൻ ആവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഓപ്പണിങ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്റ്റെയർ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞു വരുവാണെങ്കിൽ ഇവിടെ ഇപ്പം ഞാനൊരു ഓപ്പണിങ് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആ ഓപ്പണിങ് ചെയ്ത ഭാഗത്തെ സ്റ്റെയർ കട്ടായിപ്പോയി, കണ്ടോ. അപ്പോൾ ഇവിടുത്തെ സ്റ്റെയർ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ ഓപ്പണിങ് വന്നേക്കുന്നുണ്ടിട്ട് നമുക്ക് എക്സ്ട്രൂഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ നമുക്ക് വോൾ കട്ട് ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ല. അപ്പം നമുക്ക് ഇവിടുത്തെ ഒരു ഓപ്പണിങ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു പാനൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ സ്റ്റെപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പാനൽ വെച്ച് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഇപ്പം നമ്മളിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. 18 mm വെച്ച് സെർച്ച് ചെയ്ത് നമുക്ക് പാനൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാനൽ നമുക്കിവിടെ കൊണ്ട് വെക്കാം. ഓക്കെ, ഇനി ഈ പാനലിൻ്റെ സൈസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്ത് നമ്മൾ 90 കൊടുത്തു. അതിൻ്റെ വിഡ്ത്ത് നമുക്ക് ഡെപ്ത് നമുക്ക് 90 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് നമുക്കിതൊന്ന് മൂവ് ചെയ്ത് വയ്ക്കാം. ജസ്റ്റ് നമുക്ക് മൂവ് ചെയ്തിട്ട് ആ ഒരു സ്റ്റെയറിൻ്റെ ആ ഒരു ലെവലിൽ നമുക്ക് എത്തിച്ചു. ഇനി അടുത്തത് ലെങ്ത്ത് വന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇത് നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ 25 കൊടുക്കാം. 25 അല്ല, സോറി, 150. ഓക്കെ, ലെങ്ത്ത് വന്നിട്ട് നമുക്ക് 25, വിഡ്ത്തിൽ 25 കൊടുത്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വെച്ചാൽ മതി. നമ്മളുടെ ഇവിടെ ഒരു സ്റ്റെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമുക്ക് ഈ ഒരു വൈറ്റ് കളർ നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇത് ഡിഫോൾട്ട് കളറാണ്. നമുക്ക് ഒരു കളർ നമുക്ക് മെറ്റീരിയൽ എഡിറ്റിൽ പോയിട്ട് ഒരു കളർ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വൈറ്റോ എന്തോ വട്ടെവർ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു കളറ് അത് നമ്മൾ കൊടുത്തിട്ട് അതിൽ നിന്ന് പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കൊടുത്താൽ മതി. ഇപ്പം ഇങ്ങനെ ചെയ്യാം. നമുക്കിപ്പോൾ കണക്ട് ചെയ്ത് വരുന്ന പോർഷനിൽ സ്റ്റെയർ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് വോളിൽ എക്സ്ട്രൂഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ.